ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിൻ്റെ അവസാന ദിവസത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. 5 ദിവസവും 4 രാത്രിയുമായിരുന്നു നമ്മുടെ ട്രിപ്പ്. അപ്പം ഇതുപോലെ അടിച്ചു പൊളിച്ചൊരു ട്രിപ്പില്ല. അതിൻ്റെ അവസാന ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കോക്കിലോട്ട് പോയിരിക്കുകയാണല്ലോ. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ കണ്ടു. ബാങ്കോക്കിൽ നമ്മൾ സഫാരി വേൾഡിനകത്ത് കറങ്ങുന്ന കണ്ടു. അടുത്തത് മറൈൻ പാർക്കാണ്. അപ്പോൾ അതുമായിട്ടുള്ള വിശേഷങ്ങളുമായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമസ്കാരം, ഞാൻ ബിനീഷ് തോമസ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മറൈൻ പാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ 2 ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ അതിനകത്തുണ്ട്. പല ഷോസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതിനകത്തൊക്കെ ടൈമിംഗ് അനുസരിച്ച് നമുക്ക് കയറാൻ പറ്റുമോ അതിനകത്തെല്ലാം കയറാം. നമ്മുടെ ലഞ്ചും ഇതിനകത്ത് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ വന്നതാണ്. ആദ്യം സഫാരി വേൾഡ് പോയി, അത് കഴിഞ്ഞ് മറൈൻ പാർക്കിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ മറൈൻ പാർക്കിലെ വിശേഷങ്ങളാണ്. അതിന് ശേഷം നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. അപ്പം ആ വിശേഷങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടത് സഫാരി പാർക്കിലുള്ള വിശേഷങ്ങളാണ്. നമ്മൾ മൃഗങ്ങളെയൊക്കെ കണ്ടു. നമ്മുടെ കാറിനകത്ത് തന്നിരുന്ന സഫാരി പാർക്കിൽ കൂടെ, ഒരു വനത്തിൽ കൂടെ സഞ്ചരിക്കുന്നതൊക്കെ പോയി. അതിനോട് ചേർന്ന് തന്നെയുള്ള സ്ഥലമാണ് മറൈൻ വേൾഡ് അല്ലെങ്കിൽ മറൈൻ പാർക്ക് എന്ന് പറയുന്നത്. നമ്മൾ തായ്ലൻഡിന് പോകുമ്പോൾ പാക്കേജ് എടുക്കുമ്പം ഒരു ദിവസം, അതായത് ലാസ്റ്റ് ബാങ്കോക്കിലുള്ള ദിവസം സഫാരി പാർക്ക് വിത്ത് മറൈൻ വേൾഡ്, അങ്ങനെയാണ് ആ പാക്കേജ് വരുന്നത്. അല്ലെങ്കിൽ സഫാരി വേൾഡ് വിത്ത് മറൈൻ പാർക്ക്, അങ്ങനെ ആയിരിക്കും പറയുന്നത്. പറഞ്ഞു വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മുടെ മെട്രോയിലൊക്കെ കയറുന്ന കണക്ക് നമ്മൾ അതിനകത്തേക്ക് കയറി. വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. മുഴുവൻ ചെടികളും പൂക്കളും കൊണ്ട് എത്ര കണ്ടാലും മടുക്കാത്ത രീതിയിൽ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന സഞ്ചാരികളെല്ലാം എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ കുറച്ചുകൂടെ അകത്തോട്ട് ചെല്ലുമ്പോൾ ഇതിനകത്ത് തിരക്കുകൾ കാണാൻ പറ്റും. നമ്മളങ്ങനെ തിരക്ക് കയറി നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലഞ്ച് കഴിക്കുക എന്നുള്ളതാണ്. നമുക്ക് അലോ ചെയ്തിട്ടുള്ള നമ്മുടെ റെസ്റ്റോറൻറ്റ് കണ്ടെത്താൻ വേണ്ടി നമ്മളിങ്ങനെ നടന്നപ്പോൾ കണ്ടില്ല, എന്ത് രസമായിട്ട് വാട്ടർ ഇങ്ങനെ സ്പ്രേ ചെയ്യുവാണ്. ഇതിനകത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഒരു കാഴ്ച കാണാൻ പറ്റും, വാട്ടർ സ്പ്രേ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അവിടുത്തെ ചൂടിനെ അതിജീവിക്കാൻ വേണ്ടി, ആൾക്കാർക്ക് ഒരു കുളിര് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് റെസ്റ്റോറൻറ്റ് തപ്പി നടന്ന് പല സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. പക്ഷേ റെസ്റ്റോറൻറ്റ് മാത്രം കാണുന്നില്ല. അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ ഒരു ഗെയിം സെൻറ്റർ, ഗെയിം സോണിലേക്ക് ചെന്നു. ഇവിടെ ധാരാളം തരത്തിലുള്ള ഗെയിമുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞപ്പം നമുക്ക് പോകാനുള്ള വഴി അവർ പറഞ്ഞു തന്നു. അതനുസരിച്ചിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ലക്ഷ്യമാക്കി നമ്മൾ മുന്നോട്ട് നീങ്ങുവാണ്. അങ്ങനെ മുന്നോട്ട് നീങ്ങി നമുക്ക് ലഞ്ച് കഴിക്കണം. എന്നിട്ട് അതിന് ശേഷമാണ് ബാക്കി ഷോസ് എല്ലാം കാണാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. സത്യത്തിൽ കുറച്ച് നേരത്തെയാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. സാധാരണ നമ്മൾ ലഞ്ച് കഴിക്കുന്ന സമയമൊന്നും ആയിട്ടില്ല. പക്ഷേ നമുക്ക് ഷോസ് മിസ്സാകാതിരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ലഞ്ച് കഴിക്കുവാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ലഞ്ച് പറഞ്ഞിട്ടുള്ള ആ ഒരു റെസ്റ്റോറൻറ്റ് തപ്പി കണ്ടുപിടിച്ച് അവിടെ എത്തിയേക്കുവാണ്. ഇതിൻ്റെ എല്ലാം ഫ്രണ്ട് വശം നല്ല രസകരമായിട്ട് അലങ്കരിച്ചിരിക്കുവാണ്. എനിക്ക് തോന്നുന്നു ഇത് ഇന്ത്യൻസ് പ്രധാനമായിട്ടും ചൂസ് ചെയ്യുന്ന മെനു ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ കൂപ്പൺ കാണിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ടേബിൾ അവർ അലോ ചെയ്ത് തന്ന്. അങ്ങനെ അലോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബുഫയാണ്, നമ്മൾ ബുഫയിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ആഹാരം എല്ലാം എടുത്ത് നമ്മൾ കഴിക്കാൻ വേണ്ടി പോയി. നല്ല മികച്ച ഫുഡായിരുന്നു, നല്ല സൂപ്പർ ലഞ്ചായിരുന്നു. ഞാൻ പ്രധാനമായിട്ട് റൊട്ടിയും ചിക്കൻ കറിയാണ് എടുത്തത്. അതിനോടൊപ്പം ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫിഷ് ഫ്രൈയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതൊന്നും കൂടുതലായിട്ട് ഇപ്പോൾ കാണിക്കുന്നില്ല. ഫുഡിൻ്റെ വീഡിയോസ് കുറേ ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം പുറത്തേക്ക് വന്നപ്പോൾ നോക്കി, നമ്മുടെ ഈ ഡ്രാഗൺ, ഇതിനെന്താണ് സംഭവം പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, നിങ്ങളത് പറഞ്ഞേക്കുക. ഈ സംഭവം ഇവിടെ കണ്ടുകൊണ്ട് നിന്നാൽ വേറെ പ്രശ്നമാണ്. ഇത് നല്ല രസമാണ് കണ്ടുകൊണ്ട് നിൽക്കാൻ. നമ്മൾ ചൈനീസ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിന് ശേഷം നമ്മളിനി ഡോൾഫിൻ ഷോ കാണാൻ പോവാണ്. നമ്മൾ സിനിമയിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ഡോൾഫിനെ വെച്ചിട്ടുള്ള ഷോ നടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ അധിക സമയം കാണുന്നില്ല. അങ്ങനെ നമുക്ക് ഡോൾഫിൻ്റെ ഈ ഷോ നടക്കുന്നത് നമ്മളിവിടെ ചെന്നപ്പോൾ തന്നെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുവാണ്. നടുക്കുള്ള സ്ഥലം നമുക്ക് കിട്ടിയില്ല. നമ്മളൊരു വിധത്തിൽ ഒരു സ്ഥലത്ത് ഇരിപ്പുറപ്പിച്ചു. ഡോൾഫിൻ ഒന്നും ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല. അവിടെ അനൗൺസ്മെൻറ്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഏകദേശം 90% നിറഞ്ഞായിരുന്നു. അങ്ങനെ ഷോ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഗാലറി ഫുള്ള് നിറഞ്ഞു. അങ്ങനെ ഡോൾഫിൻസിനെ പ്രത്യേക വിസിലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതൊരു പ്രത്യേക സ്ഥലത്തിൽ പുറത്തുനിന്ന് ഇറങ്ങി വന്ന് ആൾക്കാർ പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഡോൾഫിൻ്റെ അഭ്യാസ പ്രകടനങ്ങളാണ്. ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഈ ഡോൾഫിൻ്റെ ഈ അഭ്യാസ പ്രകടനങ്ങൾ. ഞാൻ പല ഇംഗ്ലീഷ് സിനിമകളിലും പഴയ മലയാള സിനിമയിലും ഒക്കെ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ക്ലോസ് ആയിട്ടിരുന്ന് ഇങ്ങനെ ഒരു ഷോ കാണുന്നത്. എന്തായാലും വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഏത് രീതിയിലാണ് ഈ ഡോൾഫിനെ ട്രെയിൻ ചെയ്യിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ പോലും എനിക്ക് കിട്ടുന്നില്ല. ഈ പറയുന്നതും കേൾക്കുന്ന മനുഷ്യനേക്കാൾ കൃത്യമായിട്ട് കാര്യങ്ങൾ അനുസരിക്കുകയാണ് ഈ ഡോൾഫിനുകളെല്ലാം. മനുഷ്യന് എത്ര നന്നായിട്ട് മൃഗങ്ങളുമായിട്ടും മത്സ്യങ്ങളുമായിട്ട് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇത് കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമ്മളെപ്പോലെ തന്നെ അവർക്കും കഴിവുണ്ടെന്നുള്ള കാര്യം നമുക്കിത് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാകും. വെറുതെ ഒന്ന് കൈ കാണിച്ച് കഴിയുമ്പോൾ തന്നെ കണ്ടില്ലേ അതൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് കണ്ടില്ല, ഇതാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നുന്നത്. ഒരാളങ്ങോട്ട് ചാടുന്നു, ഡോൾഫിൻ വന്ന ആളെ തള്ളിക്കൊണ്ട് ഇങ്ങനെ സ്പീഡ് ബോട്ട് പോകുന്നു. ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇത് ഏകദേശം അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഷോയാണ്. അപ്പോൾ ഈ ഡോൾഫിന് കണ്ണാടി വെച്ച് കൊടുത്തിരിക്കുകയാണ്, കണ്ടില്ലേ? കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഡോൾഫിൻ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ, നല്ല രസമായിട്ട് നീന്തി പോവുകയാണ്.
അടുത്തായിട്ട് കണ്ടില്ലേ, അവർ ഒരു വളയം വലിച്ചെറിയുന്നു. ആ വളയം കറക്റ്റായിട്ട് പോയിട്ട് ഇത് കണ്ടില്ലേ എങ്ങനെയാണ് അത് എടുത്തുകൊണ്ട് വരുന്നത് നോക്കിയാൽ. അങ്ങനെ ഒത്തിരി പരിപാടികൾ കണ്ടോ, വളയം കറക്കമാണ്. അപ്പോൾ നമുക്ക് ചില സമയത്ത് കോമഡി ആയിട്ട് തോന്നും, ചില സമയത്ത് ഭയങ്കര ആശ്ചര്യമായിട്ട് തോന്നും. കണ്ടില്ലേ ഇങ്ങനെയുള്ള അഭ്യാസ പ്രകടനങ്ങളൊക്കെ ചില ഫുട്ബോൾ പ്ലെയേഴ്സൊക്കെ ഫുട്ബോൾ ഇട്ട് കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഡോൾഫിനെ കൊണ്ട് കണ്ടില്ലേ കിസ് വരെ ചെയ്യിച്ച്, പീഡനാശ്രമത്തിന് കേസെടുക്കാതിരുന്നാൽ കൊള്ളാം ഡോൾഫിൻ്റെ പേരിൽ. അപ്പോൾ എന്തായാലും അങ്ങനെ പലതരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ ഇങ്ങനെ ഡോൾഫിനുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇതാണ് കണ്ടില്ലേ, ബോൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് വാലിന് തട്ടി എൻ്റെ അടുത്ത് വരെ ആ ബോൾ വന്നു. അത് കഴിഞ്ഞിട്ട് നോക്കി സ്പീഡ് ബോട്ടെ യാത്ര ചെയ്യുന്ന കണക്ക് ഡോൾഫിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്നു. എത്ര രസമായിരുന്നു, ഞാൻ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇത് എല്ലാ ആൾക്കാരും ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അവസാന ഘട്ടം എന്നുള്ള നിലയിൽ നമ്മളെ കാണാനായിട്ട് ഡോൾഫിൻ കരയ്ക്ക് കയറി നമ്മുടെ അടുത്ത് വരെ വന്നു. ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യാനായിട്ടുള്ളത്? അങ്ങനെ ഷോ കഴിഞ്ഞിരിക്കുവാണ്. ഷോ കഴിഞ്ഞതിൻ്റെ ആവേശം അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നോക്കി അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഷോയ്ക്ക് വേണ്ടിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് നടന്നു പോകണം. 1 കിലോമീറ്ററോളം ചിലപ്പോൾ നടക്കേണ്ടി വരും. ഇനി 2 ഷോയും കൂടെ ഉണ്ട്. 3 ഷോ ഇനി ടോട്ടൽ 3 ഷോ. അപ്പോൾ അടുത്ത ഷോ എന്ന് പറഞ്ഞാൽ സീ ലയൺ ഷോയാണ്. സത്യത്തിൽ ഇത് എന്തായിരുന്നു നമുക്ക് അറിയത്തില്ലായിരുന്നു. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ തിയേറ്റർ തുറന്നത്. പക്ഷേ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിറച്ച ആൾക്കാർ വന്നു. ആക്ച്വലി ഇത് നമ്മുടെ നീർനായ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കഴുന്നാന്നാണ് പറയുന്നത്, ഈ സാധനത്തിനെ വെച്ചിട്ടുള്ളൊരു ഷോ ആയിരുന്നു. ഇതും വളരെ സൂപ്പറായിരുന്നു ആക്ച്വലി. പക്ഷേ എനിക്ക് ഡോൾഫിൻ്റെ അത്ര ഇത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇത് അത്ര ക്വിക്കായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ജീവി അല്ലാത്തതുകൊണ്ടും ഇത് നമ്മളത്ര ഫെമിലിയറും അല്ല. നമ്മൾ കണ്ടിട്ടുണ്ട് നാട്ടിൽ, നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു ജീവിയായിട്ടാണ് നമ്മളിതിനെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടും. പക്ഷേ ഇതിനെ അവർ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് ഇതിനെക്കൊണ്ട് കുറേ അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെപ്പിക്കുന്നുണ്ട്. ഒന്നും മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും വളരെ രസകരമായിരുന്നു. കണ്ടില്ലേ ആൾക്കാരുമായിട്ട് തൊട്ടടുത്ത് ഒക്കെ കയറ്റിക്കൊണ്ട് വന്ന്. എന്തായാലും ഇതെങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. കണ്ടില്ല നമ്മൾ പ്ലെയേഴ്സൊക്കെ കാണിക്കുന്ന കണക്ക് ബോൾ വെച്ചിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങളുണ്ട്. ഇതുകൂടാതെ കുറേ രസകരമായിട്ടുള്ള പരിപാടികളുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ നമ്മുടെ ഈ റൗണ്ടിൽ ഈ സാധനമായിട്ട് കറക്കുന്ന ഡോൾഫിനെ കൊണ്ട് ചെയ്യിച്ചാണക്കുള്ള എല്ലാ പരിപാടികളും ഇതിനെക്കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് എൻ്റെ ലൈഫിൽ ഞാനിത് TV പോലും ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കാണുന്നത്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി അനുഭവമായിരുന്നു. ഇനിയും ഇത് നമ്മൾ സാധാരണ സർക്കസിലൊക്കെ കാണാറുള്ളതൊക്കെ തന്നെ ഈ വളയം വെച്ചിട്ട് വളയത്തിൽ കൂടി ഇതിനെ ചാടിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ എന്തായാലും ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കണ്ടു കഴിയുമ്പോൾ വർത്താണ്. കുട്ടികളൊക്കെ ആയിട്ട് പോയവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ ഈ വീപ്പ ഇങ്ങനെ ഇതിനെ കൊണ്ട് ഉരുട്ടിക്കുന്ന പരിപാടി, ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള 2 കൈയാണോ കാലാണോ എനിക്കറിയില്ല, പുറകു സൈഡിലുള്ള അത്ര ഇതായിട്ട് വർക്ക് ചെയ്യുന്നതല്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് അത്രയും പരിമിതമായ സെറ്റപ്പ് വെച്ചിട്ട് കണ്ടില്ലേ ഇതൊക്കെ തള്ളിക്കൊണ്ട് നടക്കുന്ന പരിപാടികൾ. അപ്പോൾ എന്തായാലും ഇതും നല്ല സൂപ്പറായിരുന്നു. ഇനി നമുക്കിത് കഴിഞ്ഞിട്ട് അടുത്ത ഷോയിലേക്ക് പോകാം. എല്ലാ ഷോകളും ഏകദേശം അരമണിക്കൂർ നേരത്തോളം ഉണ്ട്. കണ്ടില്ലേ ഇതിൻ്റെ ഗ്യാലറി എല്ലാം ഫുള്ളായിട്ട് ആൾക്കാർ ഇരിക്കുവാണ്. ഈ ഷോ ഏകദേശം തീരാറായിരിക്കുന്നു. ഈ ഷോ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് എന്താണെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. നമ്മുടെ വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഷോ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഷോയ്ക്ക് വേണ്ടി പോകുന്ന വഴിക്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഈ ഫെസ്റ്റുകളൊക്കെ വരത്തില്ല, നമ്മുടെ വലിയ കൂടാരമൊക്കെ ഇട്ടിട്ട് ഉള്ള ഈ ഫ്ലവർ ഷോ പരിപാടികളൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള പക്ഷികൾ, പാമ്പുകൾ ഇതൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരമുണ്ട്. സാധാരണ തായ്ലൻഡ് വീഡിയോകളിലെല്ലാം നമുക്ക് ഈ കുരങ്ങുമായിട്ടുള്ള കുറേ ഫോട്ടോ സെഷനൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തായിട്ട് പോയത് കൗബോയ് സ്റ്റണ്ട് ഷോ എന്ന് പറയുന്ന ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. ഓരോ ഷോ കഴിയുമ്പോൾ അടുത്ത ഷോയിലേക്കുള്ള ആൾക്കാരുടെ എണ്ണം പൊതുവെ കുറഞ്ഞു വരുവാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് ദൂരം ഇത് നടന്നൊക്കെ പോകേണ്ടതുകൊണ്ടായിരിക്കും. പക്ഷേ ഇത് സൂപ്പറായിട്ടുള്ളൊരു ഷോ ആയിരുന്നു. ആക്ച്വലി എനിക്ക് ഈ തായ്ലൻഡ് ട്രിപ്പിൽ ഇങ്ങനെ ഷോസിൽ ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ്. നമ്മുടെ ഒരു അമേരിക്കൻ കൗബോയ് സ്റ്റൈലിലുള്ള ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ഷോ ആണ്. ഒരു പ്രദേശത്ത് നടക്കുന്ന സംഭവങ്ങൾ ഒരു ഡ്രാമ പോലെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഭയങ്കര റിയലിസ്റ്റിക്കാണ്, ഭയങ്കര ടൈമിംഗ് ആണ്. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ഷോകളുടെ ഫുള്ള് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 സംഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഇന്നത്തെ അവസാന ഷോയായ ബേഡ് ഷോയിലേക്ക് നമുക്ക് പോവാം. ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള ചില ആക്ടിവിറ്റീസൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അത് രസകരമായിട്ട് തോന്നിയൊരു സംഭവമാണ്. ഈ മുകളിലുള്ള റോപ്പേ കൂടെ ഒരാൾ ഇങ്ങനെ ഞാന്ന് പോകുന്നവർ, അത് ഭയങ്കര രസകരമായിട്ട് തോന്നി. ഇതിനേക്കാൾ സംഭവമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ഏറ്റവും പൊക്കത്തിലുള്ള ഒരു വാട്ടർ ടാങ്ക് പോലൊരു സംഭവമുണ്ട്. അതിൽ നിന്ന് ഒരാൾ താഴേക്ക് വീഴുന്നൊക്കെ ഈ ഷോയ്ക്കകത്ത് വരുന്നുണ്ട്. ധാരാളം വെടിവെപ്പും കുതിരകളുമായിട്ട് വന്നിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളും ഡയറക്റ്റ് നമ്മുടെ സിനിമയിലെ പോലെ സ്റ്റണ്ടും ഒക്കെ ഇതിനകത്തുണ്ട്. ടൈമിംഗ് എന്ന് പറഞ്ഞാൽ പക്ക ടൈമിംഗാണ്. നമുക്കത് ഒറിജിനലി സംഭവിക്കുന്നതാണ് തന്നെ തോന്നും. വെക്കുമ്പോൾ ആ കറക്റ്റ് ആ വെടി കൊള്ളുന്നതിൻ്റെ ആക്ഷനും ആ ബ്ലഡൊക്കെ വരുന്നതൊക്കെ ഭയങ്കര കറക്റ്റായിട്ടാണ് ഇവർ ചെയ്യുന്നത്. അത് ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ളൊരു സംഭവം എന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ അവിടെ നമ്മളെ അങ്ങോട്ട്
ഈ റോപ്പിലൂടെ പോയ ഒരാളാണ്. അവിടെ ബോംബ് പൊട്ടിയപ്പോൾ അയാൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് വരുന്നതിൻ്റെ ഒരു സീനാണ്. ഇതൊരു കൊമേഡിയനാണ് ആക്ച്വലി ഈ വരുന്നത്. പുള്ളിയാണ് അത് മെയിൻ കോമഡി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ ആ സംഭവം ഈ മുകളിൽ പൊക്കത്തിൽ കാണുന്ന ഈ സംഭവത്തിൽ നിൽക്കുന്ന ഒരാളെ വെടിവെച്ചിടുകയാണ്. വെടിവെച്ച് അയാൾ താഴോട്ട് വീഴുന്ന സീനാണ് ഈ കാണുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, അത്രയും പൊക്കത്തിൽ നിന്ന് ഇയാൾ താഴേക്ക് വീഴുന്നു. ആ വാട്ടർ ടാങ്കിനോട് ഒരു ബോംബും പൊട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ സീൻ, ഇതൊരു ഭയങ്കര അമേസിങ് സീനായിരുന്നു. അപ്പോൾ ഇതോടുകൂടി എനിക്ക് തോന്നുന്നു ഈ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ബെഡ് ഷോ ആണുള്ളത്. നമുക്ക് കണ്ടില്ലേ, ഇപ്പോൾ സീനൊക്കെ ഭയങ്കര കോമഡിയും ആക്ഷനും എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഏകദേശം ഈ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മൾ ബെഡ് ഷോയിലേക്ക് പോകാൻ. അപ്പോൾ ഈ ഷോ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആർട്ടിസ്റ്റുമാരൊക്കെ വന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെ വന്ന് ലൈനായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. കുറേ ആൾക്കാരൊക്കെ അവരോട് പോയി സെൽഫി എടുക്കാനും അവരെ പരിചയപ്പെടാനും ഒക്കെ പോകുന്നുണ്ട്. നമ്മൾ വന്നപ്പോൾ അടുത്ത ഷോ ബെഡ് ഷോ ആണ്. ബെഡ് ഷോയ്ക്ക് വേണ്ടിയിട്ട് ബെഡ് ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ചെന്നിരിക്കുകയാണ്. നമ്മളെപ്പോലെ തന്നെ പല ആൾക്കാരും തപ്പി വരുന്നുണ്ടായിരിക്കും. ഇത് കഴിഞ്ഞ് ഈ ഷോ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ബാങ്കോക്കിലെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് ലാസ്റ്റ് ഷോ ആണ്. അപ്പോൾ നമ്മൾ ബെഡ് ഷോ നടക്കുന്ന അതിൻ്റെ ഗാലറി അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ തിയേറ്റർ അന്വേഷിച്ച് നമ്മൾ നടക്കുന്നു. കറക്റ്റായിട്ട് നമ്മൾ ബോർഡിൻ്റെ അടുത്തൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് തപ്പിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബെഡ് ഷോ നടക്കുന്ന സ്ഥലത്തെത്തി. അതിൻ്റെ നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലം ആദ്യം തന്നെ കണ്ടെത്തണം. കാരണം പിക്നിക്കായിട്ട് ഒത്തിരി കുട്ടികളൊക്കെ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ബെഡ് ഷോയ്ക്ക് ഉറപ്പായിട്ടും കുട്ടികളെയും കൂട്ടിക്കൊണ്ട് അധ്യാപകരൊക്കെ വരും. അപ്പം നമ്മൾ അങ്ങനെ വന്ന് നമ്മുടെ ബെഡ് ഷോ നടക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, കുറച്ച് മൃഗങ്ങളൊക്കെ ഭയങ്കര കൗതുകമായിട്ട് തോന്നും കേട്ടോ. മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഇങ്ങനെ ഇതിലേക്ക് നടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പിൻഭാഗത്തായിരിക്കും. നോക്കിയേ, എലികളാണെന്ന് തോന്നുന്നു. വെള്ള എലികളൊക്കെ ഇതിലേ നടപ്പുണ്ട്. അതിൻ്റെ പിൻഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും ഇതിനെയൊക്കെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങൾ. കണ്ടില്ലേ, പക്ഷികളൊക്കെ കൈ വന്നിരുന്ന് തീറ്റി തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഷോ എന്തായാലും തുടങ്ങിയിട്ടില്ല. ഷോ ഉടനെ തന്നെ തുടങ്ങും. അതിന് ആങ്കർമാരുണ്ട് എല്ലാ ഷോയ്ക്കും. അവർ വന്ന് അനൗൺസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും ഷോ ഒഫീഷ്യലായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ ബെഡ് ഷോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. അതിൻ്റെ ആങ്കർ വന്ന് പക്ഷികളെയൊക്കെ പരിചയപ്പെടുത്തി അവർ വിളിക്കുകയും വരയ്ക്കുകയും പറപ്പിക്കുകയും നമ്മളെ ഭയങ്കര കൗതുകരമായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുവാണ്. ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവരോരോ സിഗ്നൽ കൊടുക്കുന്നതനുസരിച്ച് ഓരോ തരത്തിലുള്ള പക്ഷികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കൊണ്ടൊക്കെ ഓരോ പരിപാടികൾ, ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിച്ച് കാണികളെ രസിപ്പിക്കുവാണ്. എന്തായാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പക്ഷികളെയൊക്കെ കുറേ കാണാൻ പറ്റി. ഇതിൻ്റെയൊന്നും പേരും കാര്യങ്ങളും നമുക്കറിയത്തില്ല. ആക്ച്വലി ഇതൊക്കെ കണ്ടാൽ അറിയാവുന്ന ഒത്തിരി ആൾക്കാർ കാണും. ഈ പക്ഷികളെക്കുറിച്ചുള്ള ധാരാളം ഇൻഫർമേഷൻസ് അറിയാവുന്ന ആൾക്കാർ കാണും. അങ്ങനെ ഓരോന്നോരോന്ന് വന്നു പോയി. പലതരത്തിലുള്ള പക്ഷികൾ ഇത് കണ്ടില്ല, നമ്മുടെ അരയന്നം പോലത്തെ സംഭവങ്ങൾ. അതിനൊക്കെ അവിടെ പോകാനും വരാനും വേണ്ടിയുള്ള പ്രത്യേകം സ്ഥലങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷികൾ മാത്രമല്ല, ചെറിയ ചെറിയ ജീവികളൊക്കെ ഉണ്ട്. ഇതെന്താണ് സംഭവം? പൂച്ചയാണോ? അല്ല, മറ്റെന്തോ ആണ്. അതൊക്കെ കയറി പോകുന്നതൊക്കെ കാണാൻ തന്നെ ഒരു രസമാണ്. അതിനുവേണ്ടി അതിനൊക്കെ പോകാനും വരാനും ഒക്കെയുള്ള പ്രത്യേക സ്ഥലങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത ആൾ വരുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ആൾക്കാരെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. എനിക്കൊന്ന് ഇത് വളരെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് കുട്ടികൾക്കാണ്. ധാരാളം സ്കൂൾ കുട്ടികൾ ഇരിപ്പുണ്ട്. നോക്കി അടുത്ത ഐറ്റം വരുന്നത്. ഇതും പക്ഷികളല്ല, ഇത് ഓസ്ട്രിച്ചാണോ ആക്ച്വലി? ഇതറിയാവുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്നപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം കാഴ്ചകൾ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റി. ഇതിൻ്റെ മാസ്റ്റേഴ്സൊക്കെ പല ആൾക്കാർ വന്നും പോയി നിൽക്കുന്നുണ്ട്. ഇപ്പം നോക്കിയാൽ ഈ നമ്മൾ മുമ്പേ കണ്ട കണക്ക് നീർനായെ കൊണ്ട് ചെയ്യിക്കുന്ന അതേ പരിപാടി ഇവിടെ ഒരു പക്ഷിയെ കൊണ്ട് ചെയ്യിക്കുവാണ്. ഒരു ബോളിൻ്റെ മുകളിൽ കയറുന്നത് ഉരുട്ടി ഒരു സൈഡിൽ നിന്ന് ഇങ്ങേ സൈഡിലേക്ക് എത്തിക്കുന്നു. അതുകൂടാതെ ടൈഗറിൻ്റെ പടം അവിടെ കാണിച്ചിരിക്കുകയാണ്. ആൽഫബറ്റ് ഈ കിളി ഓരോന്നോരോന്നായിട്ട് തിരഞ്ഞെടുത്ത് ആ ടൈഗർ എന്നുള്ള പേരവിടെ ഫില്ല് ചെയ്യും. ഇതൊക്കെ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും അത് ആ ടൈഗർ എന്നുള്ള പേര് പൂർണ്ണമായിട്ടും എഴുതി. അതിനുശേഷം വന്നിരിക്കുന്ന അടുത്ത് നോക്കിയേ, നമ്മുടെ അവിടെ ഇരുന്ന ഒരു ചേട്ടൻ്റെ കയ്യിൽ ഒരു 10 ബാത്ത് ഒരു നോട്ട് 10ൻ്റെ നോട്ട് വെച്ച് കൊടുത്തു. ഒരു കിളി വന്ന് അവിടെ ഇരുന്ന് ആ 10ൻ്റെ നോട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കണ്ടോണം, തിരിച്ച് ആദ്യം എടുത്തുകൊണ്ട് പോകുന്നു, അതിനുശേഷം തിരിച്ച് വെക്കുന്നതുകൊണ്ട് തിരിച്ച് വെക്കുന്ന വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. എടുത്തുകൊണ്ട് പോയി അതുപോലെ തന്നെ ആ കിളി തിരിച്ചു കൊണ്ട് കൊടുക്കുന്ന സീനുമുണ്ട്. അടുത്തൊരു വലിയ പക്ഷിയായിട്ട് ആ പക്ഷിയുടെ മാസ്റ്റർ വന്നിട്ടുണ്ട്. അതിനെക്കൊണ്ടും കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ ചെയ്യിക്കും. ഞാനിതിനകത്ത് മുഴുവൻ ഡീറ്റെയിൽസൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഒത്തിരി നേരം കണ്ടുകൊണ്ടിരിക്കാൻ ആൾക്കാർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് വളരെ മിനിമമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ ആ കൂട്ടത്തിൽ ഇരുന്ന കൊച്ചു കുട്ടികളെ വിളിച്ചു. അവരിലെല്ലാം വീർപ്പിച്ച് ഒരു ബലൂൺ കൊടുത്തു. എന്നിട്ട് ഈ ബലൂണുകളെല്ലാം അവിടെയുള്ള പക്ഷികൾ പറന്നു വന്ന് കുത്തി പൊട്ടിക്കുന്നതാണ് അടുത്തായിട്ട്. ഏകദേശം അവസാനം ആവാറായി. നമ്മുടെ ടൈം അനുസരിച്ച് നമുക്ക് മനസ്സിലായി ഏകദേശം ഷോ തീരാറായൊന്ന്. അങ്ങനെ ഓരോ പക്ഷി വന്ന് ഓരോ ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന ബലൂണുകൾ ഇങ്ങനെ കുത്തി പൊട്ടിക്കും. നോക്കിക്കേ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അവിടുന്ന് ഒക്കെ പക്ഷികൾ ഇങ്ങനെ പറന്നു വരും.
എന്നിട്ട് ചിലപ്പോൾ കുറേ ദൂരം കറങ്ങിയൊക്കെ ആയിരിക്കും, നേരെ വന്നിട്ട് അങ്ങ് പൊട്ടിക്കത്തില്ല. നോക്കിയേ, വരുന്നു പൊട്ടിക്കുന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ആ ബേഡ് ഷോയും അവിടെ കഴിഞ്ഞിരിക്കുവാണ്. ബേഡ് ഷോ കഴിയാൻ നേരം കുറേ നമ്മുടെ അരയന്നമാണെന്ന് തോന്നുന്നു, അരയന്നമാണോ നമ്മുടെ ഇവിടുത്തെ വെള്ള കളറിലുള്ള കൊക്കോ മുണ്ടി അങ്ങനെ പറയത്തില്ല, ആ ഐറ്റമാണെന്ന് തോന്നുന്നു. അതെല്ലാം കൂടെ വന്ന് ഇങ്ങനെ നടന്നു പോകുന്നൊരു സീനാണ്. അതിന് ശേഷം പരിപാടി കഴിഞ്ഞത് നോക്കി, അതെല്ലാം ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. ഇതൊരു സ്ഥലത്ത് ഇതെന്ത് പക്ഷിയാണ്, ഈ പക്ഷിയുടെ പേരാർക്കെങ്കിലും അറിയാമോ? അങ്ങനെയാണെങ്കിൽ ഈ പക്ഷിയുടെ പേര് കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ബാങ്കോക്ക് യാത്ര, അല്ലെങ്കിൽ ബാങ്കോക്കിൽ നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് യാത്രയാവുകയാണ്. ആദർശ് ബ്രോ, അങ്ങനെ നമ്മുടെ യാത്ര അവസാനിച്ച് ഇൻ്റർനാഷണൽ ട്രിപ്പ് തീരുവാണ്. ഇച്ചിരി ലേറ്റ് ആയിപ്പോയി, ഫ്ലൈറ്റ് വിട്ടുപോകുന്ന ചെറിയൊരു താമസം ഉണ്ടായിരുന്നു. മഴയൊക്കെ അറിഞ്ഞു ഞാൻ അവിടെ മഴ പെയ്യുന്നു മന്ദളം കിട്ടും. അപ്പം നമുക്ക് ഈ ചെക്കിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കാണാം. ഡ്യൂട്ടി ഫ്രീ എന്ന് പറഞ്ഞാൽ റേറ്റ് കുറവല്ലേ ഇവിടെ? അതാ റെക്കോർഡ് പോലെ നാട്ടിലേക്ക് ഡബിൾ പോലെ. ചിലയിടത്തൊക്കെ വില കുറച്ച് കിട്ടും. പോയേക്കാം. ഹലോ ഗൈസ്, അങ്ങനെ ഒരു അടിപൊളി 5 ദിവസത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പിന് ശേഷം ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോരുവാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ വിശേഷങ്ങളും മാക്സിമം വീഡിയോയിലൂടെ ഞങ്ങളെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.